Good morning, students. We have already discussed the term fully taxable allowances and fully exempted allowances. In this session, we are going to discuss the third type of allowances, that is partly exempted allowances. Okay, what is partly exempted allowances? Our previous ക്ലാസ്സുകളിൽ നമ്മൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് എന്താണെന്നും ഫുള്ളി ടാക്സബിൾ അലവൻസസ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസ് ആണ്. പാർട്ട്ലി എക്സംപ്റ്റഡ് അതിന്റെ ടേം തന്നെ ഉണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ ഇത് എക്സംപ്റ്റഡ് ആണ്. ആ ലിമിറ്റിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? ഇത് ടാക്സബിൾ ആയിട്ട് വരും. അതായത് ഒരു ഭാഗം എക്സംപ്റ്റഡും ബാക്കി പോർഷൻ എന്താണ്? ടാക്സബിൾ ആയിട്ട് വരും. അത് പാർട്ട്ലി ആണ്. ഫുള്ളി ടാക്സബിളും അല്ല, അതുപോലെ തന്നെ ഫുള്ളി എക്സംപ്റ്റഡും അല്ല. എന്താണ്? പാർട്ട്ലി ടാക്സബിൾ. ഒരു പോർഷൻ എന്താണ്? എക്സംപ്റ്റഡ് ആയിട്ട് വരും. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടത്. പാർട്ട്ലി ടാക്സബിൾ. ഒരു ഭാഗം മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. അങ്ങനെയുള്ള പാർട്ട്ലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൗസ് റെന്റ് അലവൻസ്. പാർട്ട്ലി ടാക്സബിൾ അലവൻസിലെ ഫസ്റ്റ് വൺ ആണ് ഹൗസ് റെന്റ് അലവൻസ്. House rent allowance is a allowance paid by the employer to employees to meet expenditure incurred on the payment of rent in respect of residential accommodation occupied by him. ഒരു എംപ്ലോയി അയാളുടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എങ്കിൽ ആ റെന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയർ എന്തെങ്കിലും അലവൻസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ അലവൻസിന് പറയുന്ന പേരാണ് ഹൗസ് റെന്റ് അലവൻസ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ SM കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്താണ് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിലേക്ക് വരുന്നത്. അപ്പൊ എന്റെ എംപ്ലോയർ, അതായത് SM ട്രസ്റ്റ് എനിക്ക് എന്താണ് ആ റെന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ എനിക്ക് മന്ത്ലി തരുന്നുണ്ട് എങ്കിൽ ആ എമൗണ്ട് എന്താണ്? ഹൗസ് റെന്റ് അലവൻസ് ആണ്. ക്ലിയർ? അപ്പൊ ഈ ഹൗസ് റെന്റ് അലവൻസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലിയർ? ഹൗസ് റെന്റ് അലവൻസ് ഈസ് എ പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ് പറഞ്ഞത്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് എന്ത്? പാർട്ട്ലി ടാക്സബിളിന്റെ ഫസ്റ്റ് വൺ ആണ് ഹൗസ് റെന്റ് അലവൻസസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും 3 കേസ് പറയും. അതിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ ആക്ച്വൽ HRA റിസീവ്ഡ്. എത്രയാണോ ആക്ച്വലി അയാൾ റിസീവ് ചെയ്തത് ആ എമൗണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് എത്രയാണോ റിസീവ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട്. ദെൻ റെന്റ് പെയ്ഡ് എക്സസ് ഓഫ് 10% സാലറി. എന്താണ് റെന്റ് പെയ്ഡ് എക്സസ് ഓഫ് 10% സാലറി? സാലറിയുടെ 10% മുകളിൽ കൊടുത്തിട്ടുള്ള റെന്റ്. അതായത് എത്രയാണ് ആക്ച്വലി റെന്റ് പേ ചെയ്തത് അതിൽ നിന്ന് എന്ത് ചെയ്യുക? 10% സാലറി കുറയ്ക്കുക. റെന്റ് പെയ്ഡ് മൈനസ് 10% സാലറി. അതാണ് ഉദ്ദേശിക്കുന്നത്. റെന്റ് പെയ്ഡ് എക്സസ് ഓഫ് 10% സാലറി. Then third one, amount equal to 50% of salary when the house is situated in metropolitan city. അതായത് സാലറിയുടെ 50% ഏത് കേസിൽ? ആ ഹൗസ് റെസിഡൻഷ്യൽ ഹൗസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിൽ, മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത അങ്ങനെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് നമ്മൾ ആ റെസിഡൻഷ്യൽ ഹൗസ് എടുത്തിട്ടുള്ളത്, വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് എങ്കിൽ സാലറിയുടെ 50% നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എടുക്കുക. ഇനി ഫോർ എക്സാമ്പിൾ അതല്ല വേറെ ഏതെങ്കിലും കേസ് ആണെങ്കിൽ, അതായത് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അല്ല റെസിഡൻഷ്യൽ ഹൗസ് ഉള്ളത് എങ്കിൽ സാലറിയുടെ 40% എന്തായിരിക്കും? ഇവിടെ എടുക്കും. ഓക്കെ, അതായത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെങ്കിൽ സാലറിയുടെ 50%, അതല്ല എങ്കിൽ എന്താണ്? 40% ആണ് ഇവിടെ എടുക്കുക. ഈ തേർഡ് പോയിന്റിൽ എടുക്കുക. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് 3 കേസസ് പറഞ്ഞു. ഫസ്റ്റ് വൺ ആക്ച്വൽ HRA റിസീവ്ഡ്. സെക്കൻഡ് വൺ റെന്റ് പെയ്ഡ് എക്സസ് ഓഫ് 10% സാലറി. Then third one എന്താണ്? 50% of salary if residential property, residential house is situated in metropolitan cities like Mumbai, Chennai, കൊൽക്കത്ത, ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങൾ സിറ്റുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 50%. അതല്ല വേറെ ഏതെങ്കിലും സ്ഥലത്താണ് എങ്കിൽ എത്രയാണ്? 40% ഓഫ് സാലറിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ തേർഡ് പോയിന്റിൽ എടുക്കുക. ഇതിൽ ഏതാണോ ചെറുത് അത് നമ്മൾ എന്ത് ചെയ്യും? എക്സംപ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ സാലറി കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ പറയുന്നത്, ഇപ്പൊ 10% സാലറി അല്ലെങ്കിൽ സാലറി കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക് പേ പ്ലസ് DA വിച്ച് എൻറ്റർ, അതായത് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്രകാരമുള്ള DA പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. അതാണ് ഇവിടെ സാലറി കാണാനുള്ള ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഓൾറെഡി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Mr. Aravind, a bank employee, is now working at Mumbai. His particulars of income during the previous years are given below.
അരവിന്ദ് എന്താണ് ഒരു ബാങ്ക് എംപ്ലോയി ആണ്. അയാൾ താമസിക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിലാന്ന് പറഞ്ഞാൽ അവിടെ എത്ര എടുക്കുക? 50%. അയാൾ താമസിക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ്. അപ്പൊ 50% ഓഫ് സാലറിയാണ് എടുക്കേണ്ടത്. തൊട്ട് താഴെ ബേസിക് പേ 1,50,000 പറയുന്നുണ്ട്. ഡിയർനെസ് അലവൻസ് 30,000 അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. കമ്മീഷൻ അറ്റ് 3% ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം ₹5 lakh. 5 lakhന്റെ 3% ആണ് എന്ത്? കമ്മീഷൻ ഓൺ ടേൺ ഓവർ എന്ന് പറയുന്നത്. Then HRA received 30,000. Determine the taxable amount of HRA if the actual rent paid by him for the house occupied by him during the year was ₹45,000. അയാൾ റെന്റ് കൊടുക്കുന്നത് 45,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ടാക്സബിൾ HRA ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? സാലറി കാണാം. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA which എൻ്റർ ആണെങ്കിൽ അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. ഓക്കെ, അച്ചീവ്ഡ് ബൈ ഹിം. അപ്പോൾ ഇവിടെ ബേസിക് പേ എത്രയാണെന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ബേസിക് പേ ₹1,50,000 പ്ലസ് എത്രയാണ്? ഡിയർനെസ് അലവൻസ് 30,000 പ്ലസ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കമ്മീഷൻ അറ്റ് 3% ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. അതായത് 5 ലക്ഷമാണ് അയാളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. 5 ലക്ഷത്തിന്റെ 3%, 5 lakhന്റെ 3%. 5 lakhന്റെ 3% എന്ന് പറയുമ്പോൾ 15,000. 5 lakhന്റെ 3% എന്ന് പറയുമ്പോൾ 15,000. That's equal to 1,95,000. So salary കിട്ടിയ എത്ര? 1,95,000. Okay. Then നമ്മൾ എന്ത് ചെയ്യുക? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഏതാ നോക്കുക. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എക്സംപ്റ്റ് ഏതാണ്? ചെറുത് നോക്കുക. ഓക്കെ, ആദ്യം ആക്ച്വൽ HRA റിസീവ്ഡ്. HRA ആക്ച്വൽ റിസീവ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. HRA ആക്ച്വൽ റിസീവ്ഡ് 30,000, 30,000. ഓക്കെ, then rent paid excess of 10% salary. അങ്ങനെ പറഞ്ഞാൽ ആദ്യം റെന്റ് മൈനസ് 10% സാലറി. അപ്പൊ റെന്റ് എത്രയാണ്? റെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 45,000. 45,000 മൈനസ് 10% ഓഫ് സാലറി. സാലറി എന്ന് പറയുന്നത് 1,95,000. അപ്പൊ 1,95,000ന്റെ 10%. 1,95,000ന്റെ 10%. ഓക്കെ, അപ്പൊ എത്ര വരും? 19,500. ഓക്കെ, 19,500. അതായത് 10% ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ 1,95,000 ആണ്. അപ്പൊ 1,95,000ന്റെ 10% എന്ന് പറയുമ്പോൾ 19,500. That's equal to 45,000. 45,000 minus 19,500. That's equal to 25,500. 25,500. Okay. Then അടുത്തതാണ് amount equal to 15% salary. Okay, 15% salary. House is situated in Mumbai. Okay, house situated in Mumbai ആണ്. അതുകൊണ്ട് 50% ഓഫ് സാലറി. മുംബൈ അല്ല, വേറെ ഏതെങ്കിലും പ്ലേസ് ആയിരുന്നു, മെട്രോപൊളിറ്റൻ സിറ്റി അല്ലായിരുന്നു എങ്കിൽ എത്ര എടുക്കുക? 40% എടുക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മുംബൈയിലാണ് റെസിഡൻഷ്യൽ ഹൗസ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ സാലറിന്റെ 50%, 50% എടുക്കുക. അപ്പൊ സാലറി പറഞ്ഞ 1,95,000 ആണ്. 1,95,000ന്റെ 50% എത്ര വരും? 97,500. 97,500. ഇതിലെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഏതാണ്? ചെറുത് ഏതാണ്? ചെറിയ എമൗണ്ട് ഏതാണ്? 25,500. 25,500. അതിന് നേരെ എഴുതാ exempted HRA. Exempted HRA. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? നമ്മളോട് കാണാൻ പറഞ്ഞത് ടാക്സബിൾ ആണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞത് ടാക്സബിൾ ആണ്. അപ്പൊ ടാക്സബിൾ HRA is equal to സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക? ആക്ച്വൽ റിസീവ് ചെയ്തതിൽ നിന്ന് എക്സംപ്റ്റഡ് കുറയ്ക്കുക.
ആക്ച്വലി റിസീവ് ചെയ്തത് 30,000 ആണ്, 30,000 ആണ്. 30,000 മൈനസ് എക്സംപ്റ്റഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 25,500. That's equal to 4,500. Clear? അപ്പോൾ ടാക്സ് എത്രയായിരുന്നു? 4,500. Okay. Hope all of you understand this problem.